എല്ലാ ദിവസവും ഒരുപോലെയാണെന്ന് നമുക്ക് തോന്നൂലേ? പക്ഷെ ഓരോ ദിവസത്തിനും അതിൻ്റെതായ ചെറിയ സന്തോഷങ്ങളുണ്ട്. ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നെന്ന് വീഡിയോ കണ്ടാലോ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് പതിവ് പോലെ തന്നെ രാവിലെ ഒരു ചായ ഇല്ലാതെ എൻ്റെ ഒരു ദിവസവും തുടങ്ങാറില്ല കേട്ടോ. അപ്പൊ ആദ്യം ചായയാണ് വെച്ചത്. രാവിലെ എൻ്റെ 3 സ്റ്റവും ഓൺ ആവൂട്ടോ. അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഇതെന്താ റബ്ബേ ഞാൻ പുട്ടും കുറ്റിയില് ഇട്ടിട്ടുള്ളത് എന്നല്ലേ? അത് നമ്മൾ തലേ ദിവസം വാങ്ങിയ പൊറാട്ട ഞാൻ ചൂടാക്കലുള്ളത് അങ്ങനെയാണ് കേട്ടോ. അതിനൊരു കഥ കൂടെ ഞാൻ ഇതിന്റെ കൂടെ പറയാം. കാരണം എന്താ വെച്ചാൽ എന്റെ ഒക്കെ ഡ്യൂട്ടിക്ക് പോയപ്പോ ഒരു ദിവസം ഇങ്ങനെ അവിടുന്ന് ചോദിച്ച് ഇന്ന് എന്തായിരുന്നു കടി എന്നുള്ളൊരു സംഭാഷണത്തിനിടയിൽ നിന്ന് എന്റെ ഒക്കെ പറഞ്ഞു ഇന്ന് എന്താണ് പൊറാട്ട പുട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഓല് ചോദിച്ചു പൊറാട്ട പുട്ടോ, അതെന്താ സംഭവം, അതെങ്ങനെ ഉണ്ടാക്കല് എന്നുള്ളൊക്കെ സംഭവങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോ ഇക്ക പറഞ്ഞു തലേ ദിവസം നമ്മൾ പൊറാട്ട വാങ്ങാം, പിറ്റത്തെ ദിവസം അത് പുട്ടിന്റെ കുറ്റിയിലിട്ട് ചൂടാക്കാൻ കേട്ടോ. അങ്ങനെ ഒരു രസമായിട്ടുള്ള ഒരു അനുഭവം ഈ ഒരു പുട്ട് പൊറാട്ടക്ക് പറയാണ്ട് കേട്ടോ. ഓലൊക്കെ നല്ല അത്ഭുതത്തോടു കൂടി ചോദിക്കാണ് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. അപ്പൊ ഇക്കാക്കാന്റെ മറുപടി കേട്ടിട്ട് ഓല് വേണമെങ്കിൽ ഒന്ന് തരിച്ചു പോയിട്ടുണ്ടാകും. അങ്ങനെ പിന്നെ ജോലികളൊക്കെ തകൃതമായി നടന്നുകൊണ്ടിരിക്കുകയാണേ. രാവിലെ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഞാൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണികള് എന്റെ മോള് അംഗൻവാടിക്ക് പോകാനാവുമ്പോഴേക്കും എന്റെ പണികൾ മുഴുവൻ തീർക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയാവൂട്ടാ എണീറ്റ് തന്നെ വരിക. ആദ്യം ഇങ്ങനെ എണീറ്റ സമയത്ത് ഇതൊക്കെ എടുക്കണല്ലോ എന്നുള്ള ഒരു ടെൻഷന്റെ മനസ്സിലുണ്ടെങ്കിലും പിന്നെ നമ്മൾ വിചാരിച്ചാൽ നമ്മൾക്ക് നടക്കാത്തതായിട്ട് ഒന്നുമില്ലാന്ന് ഞാൻ തന്നെ ഇന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഞാൻ തന്നെ അങ്ങനെ ചെയ്യൂട്ടോ. പിന്നെ പൊറാട്ടയ്ക്കുള്ള കറിയാണ്. പൊറാട്ടയ്ക്കുള്ള കറിയുമായി ഉച്ചക്കത്തേക്കുള്ളതും ആയി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഫിഷ് കൊണ്ട് തന്നെ കറി വെക്കാന്ന് വെച്ച്. അപ്പൊ പിന്നെ അങ്ങനെ ഫിഷ് കൊണ്ട് ഇങ്ങനെ കറി വെച്ചുകൊണ്ടിരിക്കേണ്ടത് ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വല്ലാണ്ട് കാണിക്കുന്നില്ല കേട്ടാ. കാരണം നമ്മൾ രാവിലെ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പണി എടുക്കുന്ന ഇടയില് എന്താണ് 10 കൂട്ടം പണികൾ എടുക്കാന്ന് പറയുന്ന പോലെയാണ്. കാരണം ഇപ്പൊ ഈ മീന് എന്താണ് കറി ആവുമ്പോഴേക്കന്നെ അടുത്ത സ്റ്റൗവിൽ എന്ത് ചെയ്യും, അത് പൊരിക്കാനുള്ളത് നോക്കുന്നുണ്ടാകും, മറുഭാഗത്ത് അത് കായം കൂട്ടി വെച്ചിട്ടുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള ഒരു തിരക്ക് പിടിച്ച സമയമായതുകൊണ്ടാണ് കേട്ടോ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കാത്തത്. ഇതൊക്കെ പിന്നെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പാത്രങ്ങൾ ഒരുപാട് ഇങ്ങനെ കിടക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാച്ചാൽ ഓരോന്ന് കഴിയുമ്പോഴും ആ പാത്രങ്ങളത് കഴുകി വെക്കും. എന്നാ പിന്നെ അത് പെരക്കൂലല്ലോ. അങ്ങനെ എടുത്തിട്ട് അപ്പൊ എനിക്ക് തന്നെ ഒരു പോസിറ്റീവ് ഇത് കിട്ടും. പിന്നെ അതും കഴുകി വെച്ചും കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയപ്പോണ്ട് മീൻകറിയൊക്കെ നല്ല രീതിക്ക് തിളച്ച് വേവാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് നോക്കി അതൊന്നും കൂടി മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒരു തിളക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ തോന്നി അത് മൂടി വെച്ചു. അപ്പൊ മീൻ നോക്കുമ്പോഴാണെങ്കില് എന്താണ് നല്ല രീതിക്ക് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പൊ അതും ആക്കിയിട്ട് അതും മാറ്റി വെച്ചുട്ടോ. ഈ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കണേ. പിന്നെ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം എന്ത് ചെയ്യാച്ചാല് ചൂടൊന്നും ആറാനുള്ള ടൈമൊന്നും ഇല്ല കേട്ടാ സ്റ്റൗവിന്. അപ്പോഴേക്ക് ഞാൻ ഈ പാത്രം കഴിക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് തന്നെ കേട്ടോ ഗ്യാസ് ഒക്കെ നല്ല രീതിക്ക് തോത്തിയെടുക്കുന്നുണ്ട്. അത് പിന്നെ അങ്ങനെ ഒരച്ചിട്ടിട്ട് കുറച്ചു നേരം അങ്ങനെ വെക്കും, എന്നിട്ടാണ് ഞാൻ തോത്തിയെടുക്കലുള്ളത് കേട്ടോ. എന്നാ പിന്നെ ഒന്നൈമലൊക്കെ ഒന്ന് എണ്ണമേക്കൊക്കോ ചളിയോ വല്ലതുണ്ടെങ്കിൽ കെട്ടിങ്ങനെ നിൽക്കണമൊക്കെ എന്തെങ്കിലും ഒന്ന് പോന്നോട്ടെ എഴുതിയിട്ട് പിന്നെ കമ്പി കെട്ടിക്കാണ്ട് ഒന്നോട് വരച്ചു കൊടുക്കൂട്ടോ. അങ്ങനെയാണ് ചെയ്യല്. പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കിച്ചണത്തെ പണി കഴിഞ്ഞാല് അപ്പയെ ആ കിച്ചണ് നല്ല വൃത്തിക്ക് തോത്തിയിട്ടാല് അത് അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. ഞാൻ എന്താണ് പിന്നെ അത് ആകെ അടിച്ചു പോരട്ടെ, അത് തുടച്ച് കഴിയട്ടെ, എന്നിട്ട് പിന്നെ അടുക്കളയ്ക്ക് തുടക്കലൊക്കെ എത്തിയതിന്റെ ശേഷം വൃത്തിയാക്കാന്നൊക്കെ വിചാരിച്ചിട്ടൊന്നും ഞാൻ വെക്കലില്ല. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് അടുക്കളയും അടിച്ചു വാരിട്ടിട്ടാണ് കേട്ടോ ഞാൻ തുടക്കാനൊക്കെ വേണ്ടിയിട്ട് പോവാ. അങ്ങനെ പിന്നെ എന്താണ് കിച്ചന്റെ കബോർഡും കാര്യങ്ങളൊക്കെ തോത്തിയതിന് ശേഷം ഞാൻ പിന്നെ ഒന്ന് അടിച്ചു വാരി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ സമയം ഒരു ഏകദേശം ആയിട്ടുള്ളൂ 8:30 ആ ഒരു സമയം ആയപ്പോഴേക്കന്നെ ഈ കണ്ട ജോലികളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേണം വിചാരിച്ചാല് നമുക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് കേട്ടോ. എന്റെ മോൾ അംഗൻവാടിക്ക് പോവല് തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് തന്നെ ഈ കാര്യം മനസ്സിലായത്. കാരണം അതിന്റെ മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും ഇല്ലല്ലോ, നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേന് നമ്മളെ ജോലികൾ തീർക്കാന്നൊക്കെ വിചാരിച്ചിട്ടാകും ഞാൻ ഇന്നിരുന്നത് കേട്ടോ. ഇനി എല്ലാരും എങ്ങനെയെന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ പിന്നെ ഒരു 8:30 8:35 ആയിട്ടേ ഉള്ളൂ. പിന്നെ കിച്ചണ് അങ്ങനെ തോത്തിയൊക്കെ ഇട്ട് പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ പിന്നെ സ്വാഭാവികം നല്ല രീതിക്ക് തന്നെ ചെമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊന്ന് അടിച്ചു വാരട്ടെ എഴുതിയിട്ട് പോകണുണ്ട്. അപ്പൊ സ്കൂൾ കുട്ടികളൊക്കെ പോലെ തുടങ്ങിയിട്ടുണ്ട്. കാക്കാന്റെ മോളും ഓളെ ഫ്രണ്ടും കൂടെ ആയിട്ടാ പോണത്. അപ്പൊ പിന്നെ എന്താണ് അത് വാരിട്ട് 8:45 ഒക്കെ സമയമായപ്പോയിക്ക് തന്നെ 8:45 9 മണി ആവാറായിട്ടുണ്ട്. അപ്പോഴേക്ക് അടിച്ചു വാരലും കഴിഞ്ഞപ്പോഴേക്ക് ഇക്കാക്ക് ചായ വേണം പറഞ്ഞ് ഇക്കാക്ക് ചായയും കൊടുത്തുട്ടോ.
അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാന് എന്റെ അടിച്ചുവാരലും തുടക്കലിനൊക്കെ വേണ്ടിയിട്ട് നിക്കണം. മോള് ഒരു 9, ചില ദിവസം 9 മണി 9:15 ആകുമ്പോഴേ ഞാൻ വിളിക്കലുള്ളൂ. ഇനി ഓള് ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങട്ടെ വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഓള് എണീറ്റിട്ടൊന്നുമില്ലല്ലോ, അപ്പൊ ഞാൻ തുടക്കട്ടെ കരുതിയിട്ട് വന്നതാണ് കേട്ടോ. തുടക്കല് മുഴുവനാവാത്തതിന്റെ മുമ്പ് തന്നെ ചില ദിവസങ്ങളിലൊക്കെ ഓള് എണീക്കാറുണ്ട്. അപ്പൊ ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു. സമയം നോക്കുമ്പോ പിന്നെ 9:15 ആയിട്ടുണ്ട്. ഓളെ വിളിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ 9:15 ആയിട്ടുള്ളൂ, ഞാൻ എന്റെ തുടക്കല് മേലേ ഭാഗം കഴിഞ്ഞാല് പിന്നെ ആക്കുമ്പോണം താഴെ തുടക്കാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വിളി ഇങ്ങനെ വരുന്നത്, ഉമ്മച്ചിയെ വെച്ചിട്ട്. അപ്പൊ ഞാൻ ക്യാമറ ഒക്കെ ഓൺ ആക്കുന്നത് കണ്ടതോട് കൂടി പിന്നെ അഭിനയിച്ച് കിടന്നുറങ്ങാണ് കേട്ടോ. അപ്പൊ ഞാൻ ഓളെ എന്ന് എണീറ്റാലും നമ്മളെ ഈ പണിത്തിരക്കുകളടിക്ക് നമ്മള് കുട്ടികളെ ഇതേപോലെ കളിപ്പിക്കാതിരിക്കുന്നതൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞാൻ ഓളെ അടുത്തും കുറച്ച് സമയം ഇങ്ങനെ ചെലവഴിക്കാന്ന് വിചാരിച്ചിട്ട് ഓളെ കൂടെ കുറച്ചു നേരമൊക്കെ കളിച്ചിരുന്ന് ഓളെ ഫ്രഷ് ആക്കാനൊക്കെ പറഞ്ഞയച്ചിട്ടോ. ഫ്രഷ് ആക്കാൻ പറഞ്ഞേക്കാന്ന് പറഞ്ഞാൽ ഞാനും പോകുന്നുണ്ട്. അപ്പൊ ഓള് ബാത്റൂമിലായ സമയത്ത് ഞാൻ വേഗം ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് നന്നാക്കി ഇടാലോ, ഇനി ഓള് വരുമ്പോഴേക്ക് കഴിഞ്ഞാൽ പിന്നെ ഓള് വിളിക്കും. അപ്പൊ പിന്നെ അതിന് വേണ്ടിയിട്ട് നിന്നതാണ്. അങ്ങനെ പിന്നെ അതൊക്കെ വൃത്തിയാക്കിയിട്ട് ഓളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. കുളിയും കാര്യങ്ങളൊക്കെ പിന്നെ എണീറ്റ് പാടെ ഞാൻ കഴിക്കും. പിന്നെ അംഗനവാടിക്ക് പോകാൻ സമയമായാലും ആയിട്ടില്ലെങ്കിലൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഓളിങ്ങനെ ഇറങ്ങി വന്ന്, ഞാൻ പറഞ്ഞല്ലോ തുടക്കലൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ പിന്നെ ഞാന് മഫും കാര്യങ്ങളൊക്കെ മേലെ തുടച്ചിട്ട് താഴെ കൊടന്ന് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഓളെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഓളെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ബാക്കി ഡ്യൂട്ടിക്ക് കിടക്കുള്ളൂ കേട്ടോ. അങ്ങനെയാണ്. ഓളെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓളെ വയറ് നിറക്കണം, അങ്ങനത്തെ ഒക്കെ ഒരു ചിന്താഗതിയുള്ള ആളാണ് കേട്ടോ ഞാന്. എല്ലാ ഉമ്മമാരും അങ്ങനെ തന്നെ ആവൂലേ, കാരണം മക്കൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ മക്കളെ വീട്ടിലാവുമല്ലോ. അങ്ങനെ പിന്നെ ഇന്ന് നോക്കി എന്തൊക്കെയോ ഒരു ചെറിയൊരു വാശി ഉണ്ടായിരുന്നു, കൊട വേണമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഓർമ്മയില്ല എന്താണെന്നുള്ളത്. പിന്നെ ഓക്ക് ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഇതാക്കുന്നുണ്ട്. ഓൾ അംഗൻവാടിയിലേക്ക് പോയിട്ടോ. കൊണ്ടാക്കുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പോയി വന്നതിന് ശേഷം പിന്നെ ഞാൻ എന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അങ്ങനെ ഇത്രേ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളൂ. ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.